തന്നെയാണ്. അല്ല, രണ്ടുപേരും ചോദ്യം ഒരാൾ മതിയെന്ന് എനിക്ക് തോന്നുന്നു. രണ്ടുപേരും ഒരേ ചോദ്യം ചോദിക്കുന്നത്. കാരണം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, സുമേഷ്, 543 പ്രതിനിധികളുണ്ട് പാർലമെന്റിൽ. ഒറ്റയാളാ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായേ, ഒരാള്. ഇതാണ് വലിയ ഡയലോഗ് അടിക്കുന്നത്. ഇന്ത്യ മാറ്റാൻ പോകുന്നു, ഞങ്ങൾ മാറ്റാൻ പോകുന്നു, ഞങ്ങൾ ഭരിക്കാൻ പോകുന്നു. ഞാൻ ആരാ ഉള്ള ഒറ്റയാള്? അയാൾ തന്നെ പലപ്പോഴും അവിടെ ഹാജരാവുന്നില്ല. രണ്ടുപേരെ ഉണ്ടായിട്ടുള്ളൂ. അതുപോലെ നിങ്ങൾ ഈനാം ബെച്ചിയും മരപ്പട്ടിയും വരാൻ പോവുകയാ. ഞാൻ പറഞ്ഞു ഈനാം ബെച്ചിയും മരപ്പട്ടിയും എന്ന ചിഹ്നം വരാൻ പോകുന്ന എ കെ ബാലൻ പറഞ്ഞതാണ്, ഞങ്ങൾ പറഞ്ഞതല്ല. എ കെ ബാലൻ പറഞ്ഞത് ഈനാം ബെച്ചിയും മരപ്പട്ടിയും വരണോ എന്ന് സുമേഷിനോട് ചിന്തിക്കാനാ പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ കോൺഗ്രസിന്റെ പിറകെ പോയാൽ നിങ്ങൾക്ക് അടുത്തല്ലോ ഈനാം ബെച്ചിയും മരപ്പട്ടി എന്നല്ല, ചട്ടുകോ ചൂലോ അതൊക്കെ എല്ലാ ആളുകൾ എടുത്തു കഴിഞ്ഞു. ഇനി വല്ലതും വേറെതും ഉണ്ടോ? അടിവസ്ത്രം ഏതായാലും എടുക്കാൻ പറ്റൂല, ഷഡ്ഡിയൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ പോലെ ഈനാം ബെച്ചും മരപ്പട്ടിയൊക്കെ വെച്ചിട്ട് ഇനി തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഞാനല്ല, എ കെ ബാലൻ പറഞ്ഞത്. നിങ്ങളുടെ നേതാവ് പറഞ്ഞത്, നിങ്ങളുടെ നേതാവ്, ഞാൻ പറഞ്ഞതല്ല. എ കെ ബാലൻ പറഞ്ഞത് ഇന്നലെ അവിടെ വെച്ചിട്ട് പറഞ്ഞതാണ്. പക്ഷേ ഞാൻ രണ്ട് സീറ്റിൽ മാത്രം ഉണ്ടായിരുന്നതാണ് ബി ജെ പി. പിന്നീടാണ് വർഗീയത നടപ്പിലാക്കിയത്. നമ്മളൊരു വലിയ പാർട്ടിയാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ അല്ല പറഞ്ഞോട്ടെ, പക്ഷെ ആ പ്രയോഗിക്കുമ്പോ അവസരം നിഷേധിക്കും. ഞാൻ പറയുന്നത്, ഒരു മിനിറ്റ്, ഞാൻ സുമേഷ് സംസാരിക്കുമ്പോൾ സംസാരിച്ചിട്ടില്ല. ഞാൻ പറയുന്നത് പൗരത്വ ഭേദഗതി ബില്ല് എന്താണെന്ന് ഇവർക്കറിയാം. തെറ്റിദ്ധരിപ്പിക്കുകയാണ്, ഇന്ത്യയിലെ ന്യൂനപക്ഷത്തെ തെറ്റിദ്ധരിപ്പിക്കുക. ഇനി ഞാൻ ചോദിക്കാം, കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ ഞാൻ പറഞ്ഞത്, കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക അവകാശങ്ങളുണ്ടല്ലോ, നമ്മൾ കൊടുക്കുന്നില്ല ഇവിടെ, ഇല്ലേ? ന്യൂനപക്ഷ വിഭാഗം ആരാണ്? എല്ലാവർക്കും അറിയാലോ. അത് പ്രത്യേക പദവിയുണ്ട്, പ്രത്യേക ആനുകൂല്യം കിട്ടുന്നുണ്ട്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, സ്വാഭാവികമാണ്. ഒരു പൗരത്വവും ഇവിടെ നിഷേധിക്കുന്നുണ്ട്. നരേന്ദ്രമോദി വന്നാടോ എന്ന് പറഞ്ഞതെന്നറിയോ? വെള്ളിയാഴ്ച എടുത്തു കളയും. സുമേഷിന്റെ പാർട്ടി പ്രചരിപ്പിച്ച കബറടക്കാൻ കഴിയില്ല, കത്തിച്ചു കളയും. ഈ 2014 മുതൽ ഇതുവരെ വെള്ളിയാഴ്ച നോമ്പും എല്ലാം ഉണ്ട്, ജുമാ നിസ്കാരം എല്ലാം ഉണ്ട്. ഞങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ നിസ്കരിക്കുന്ന ആളുകൾ തന്നെയാണ്. അവിടെ എല്ലാം ഉണ്ട്, ഒന്നും എടുത്തു കളഞ്ഞിട്ടില്ല. പക്ഷെ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഉള്ള ആളുകൾ, ബംഗ്ലാദേശിലും ആയിട്ടുള്ള ആളുകൾ, അവിടെ പീഡനം അനുഭവിക്കുന്ന ന്യൂനപക്ഷ വിഭാഗം, അവിടുത്തെ ഭൂരിപക്ഷ വിഭാഗമാണ്. അവിടുത്തെ ഭൂരിപക്ഷ വിഭാഗം ആരാണ്? അവർക്ക് കൊടുത്താൽ എല്ലാവരും ഇവിടെ വരില്ലേ? ഇവിടെ 12 വർഷമായിട്ട് ഇന്ത്യയിൽ ജീവിക്കുന്ന മുസ്ലിമിന്, ക്രിസ്ത്യാനിക്ക് അവർക്ക് പൗരത്വം കൊടുക്കാനുള്ള ഉണ്ടല്ലോ, ഓപ്ഷൻ ഉണ്ടല്ലോ, ഇവിടെ നിയമമുണ്ടല്ലോ. ഇവിടെ ആർക്കാ എടുത്തു കളയുന്നത്? ഇവിടെ ഇവരെ പറയുന്നത് പോലെ മുസ്ലിമിനെല്ലാം അങ്ങോട്ട് ഓടിക്കും. ഇതാരെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? ഞാൻ ചോദിക്കുന്നത്, ഇവിടെ ആരെയാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത്? ഇവിടുത്തെ ഞാൻ ചോദിക്കണം, ഞാൻ പറയട്ടെ, ഇവിടെ കോൺഗ്രസ് ഭരിച്ച 60-70 വർഷക്കാലം ഭരിച്ചവരല്ലേ ഇവർ, അല്ലേ? എന്നിട്ട് എന്താണ് ആസാമിൽ? അങ്ങനെയാണെങ്കിൽ രാജീവ് ഗാന്ധി ഇവിടെ കൊല്ലപ്പെട്ടപ്പോ ഉള്ള ഡൽഹിയിലെ സിഖുകാർക്ക് തലപ്പാവ് കഴിച്ചു വെക്കേണ്ടി വന്നിട്ടില്ലേ? എത്ര ആളുകൾക്ക് എന്നാ പറഞ്ഞത്? വലിയൊരു മരം ഒഴിഞ്ഞു വീഴുമ്പോൾ എത്രയോ ആളുകൾ അതിന്റെ അടിയിൽപ്പെട്ട് മരിക്കുമെന്ന് പറഞ്ഞ പാർട്ടിയായി ഈ പാർട്ടി. ഞങ്ങളെ ദേശീയ ബോധം പഠിപ്പിക്കുക, മര്യാദയ്ക്ക് ദേശീയ ഗാനം ചൊല്ലാൻ അറിയില്ല. ഞങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടതാ. ഞങ്ങളെ ദേശീയ ബോധം പഠിപ്പിക്കുന്ന പാർട്ടി ദേശീയ ഗാനം മര്യാദയ്ക്ക് പഠിക്കുന്നു. നിങ്ങൾക്ക് ദേശീയ ഗാനം മര്യാദയ്ക്ക് എന്നിട്ടല്ലേ നിങ്ങൾ ദേശീയത പഠിപ്പിക്കുന്നത്? ഞങ്ങൾ 2014 മുതലാണ് ഈ രാജ്യം ഭരിക്കാൻ തുടങ്ങിയത്. ഞങ്ങൾക്ക് നല്ല ദേശീയ ബോധമുണ്ട്. ഞങ്ങൾ അന്നും ഇന്നും ദേശത്തിന് വേണ്ടി രാജ്യം ദേശം രണ്ടാമത് രാഷ്ട്രീയം ചെരുപ്പ് നാക്കിയത് ആരാണ് എല്ലാവർക്കും ഈ പാർട്ടി വിദേശികൾക്ക് പണയം വെച്ച നിങ്ങളുടെ ആളെ പേര് പറ. നിങ്ങൾ എവിടെ പങ്കെടുത്തു? മഹാത്മാഗാന്ധിയെ കൊല്ലാൻ ആരാണ് കോൺഗ്രസ് രൂപം കൊടുത്തത്? വിദേശിയാണ് കോൺഗ്രസ് രൂപം കൊടുത്തത്. വിദേശിയല്ല കോൺഗ്രസ് രൂപം കൊടുത്തത്. രൂപം കൊടുത്ത കോൺഗ്രസ് നെഹ്റു രൂപം കൊടുത്ത, മഹാത്മാഗാന്ധി രൂപം കൊടുത്ത, കോൺഗ്രസിന് വിദേശീയ രൂപം കൊടുത്ത. അതാദ്യം ദേശീയ ഗാനം പഠിക്കണം. ദേശീയ ഗാനം ബി ജെ പിക്കാരനെ ദേശീയ ഗാനം പഠിപ്പിക്കും, പാർട്ടിക്ക് ദേശീയ ഗാനം പഠിപ്പിക്കും, ദേശീയ ബോധം പഠിപ്പിക്കാം.